ഗെയിം ഓഫ് ത്രോൺസ് 2011 മുതൽ 2019 വരെ 8 സീസണുകളിലൂടെ പ്രക്ഷിപ്തമായ ഒരു എപ്പിക് ഫാന്റസി സീരീസ് ആണ്. അതിന്റെ കഥകൾ അത്യന്തം ആകർഷകവും സങ്കീർണവുമാണ്. സൺസ് ഓഫ് ആനാർക്കി 2008 മുതൽ 2014 വരെ അനുബന്ധമായ ആക്ഷൻ ക്രൈം ഡ്രാമ സീരീസാണ്. കൂടാതെ അതിന്റെ ഗഹനമായ കഥകൾ സമൂഹത്തിലെ സംവേദനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മാഡ് മെൻ 2007 മുതൽ 2015 വരെ പ്രക്ഷിപ്തമായ 1960കളിലെ ഒരു പര്യായ ഡ്രാമയാണ്. അതിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആലോചനാസ്ഥലങ്ങൾ വിവരണം ചെയ്യുന്നു. ചെർനോബിൽ ആണവ ദുരന്തം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായതുതന്നെ. ആ ദുരന്തത്തിന്റെ ഫലങ്ങൾ ഇന്നും ലോകത്ത് അനുഭവപ്പെടുന്നു. ചെർനോബിലിന്റെ സംഭവങ്ങൾ മനുഷ്യന്റെ വകുപ്പും ശാസ്ത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷങ്ങളെ അടങ്ങിക്കൊടുക്കുന്നു, ഒരു കടുത്ത ശ്രദ്ധ നൽകുന്നു. ഈ സീരീസ് പ്രകൃതിയുടെ ശക്തിയും മനുഷ്യന്റെ പരാജയവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യുന്നു. ഇത് പ്രേക്ഷകരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിലേക്ക് കടക്കുന്നതിന് ടെലിവിഷൻ പരമ്പരകൾ എങ്ങനെ സമകാലിക സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ആനലിസാണ് ഈ വീഡിയോ. ഡ്രാമുകൾ, കോമഡി, ചരിത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ശാഖകളിൽ ടെലിവിഷൻ പ്രോഗ്രാമുകൾ എങ്ങനെ വികസിക്കുകയാണ് എല്ലാം ഈ വീഡിയോ വിശദീകരിക്കുന്നു. കുടുംബം, കുറ്റം, യുദ്ധം തുടങ്ങിയ പ്രമേയങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കഥകൾ പറയപ്പെടുന്നു എന്ന് അറിയാൻ ഈ വീഡിയോ സഹായിക്കുന്നു. ബോർഡ്വാക്ക് എംപയർ 1920-ലെ മദ്യനിരോധന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരനും ഗാങ്സ്റ്ററുമായ നക്കി തോംസന്റെ കഥ പറയുന്നതാണ്. ഇത് 2010 മുതൽ 2014 വരെ പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. ലൂതർ ഒരു മനഃശാസ്ത്ര കുറ്റസമ്മതത്തെ ആസ്പദമാക്കിയ ക്രൈം ഡ്രാമ സീരീസാണ്. ലൂതറിന്റെ നിർണായക പിടിക്കലുകൾക്കായുള്ള യാത്രയെക്കുറിച്ച് വിവരിക്കുന്നു. മാൻഡലോറിയൻ ബേബി യോഡിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം തിരിച്ചറിഞ്ഞ സംവർത്തികമായ രംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബൗണ്ടി ഹണ്ടറിന്റെ സാഹസിക യാത്രയാണ് ഈ സീരീസ്. യീം ഹൊറേദ് എന്ന സീരീസ് ഒറൈവർഗ എന്ന സീരീസിന്റെ അനുബന്ധമായ കൃതിയാണ്. ഇത് 2010-ൽ പ്രക്ഷിപ്തമായതാണ്. എന്ന നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ പരമ്പര പ്രശസ്ത മയക്കുമരുന്നുകാർക്കുള്ള ആന്തരിക ലയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു, പ്രത്യേകിച്ച് പാബ്ലോ എസ്കോബാറിന്റെ കഥയുടെ പശ്ചാത്തലത്തിൽ. ടോട്ടിയെ എന്ന സയൻസ് ഫിക്ഷൻ മിസ്റ്ററി പരമ്പര ഒരു മിസ്റ്റീരിയസ് ദ്വീപിൽ വീണ ഓഷ്യാനിക് ഫ്ലൈറ്റ് 815-ന്റെ ജീവനക്കാരുടെ കഥയുടെ സന്ദർഭത്തിൽ പതിഞ്ഞിരിക്കുന്നു. ടോഹ്റോമോനത എന്ന സീരീസിൽ അപ്രത്യക്ഷമായ ജനസംഖ്യയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നയിക്കുന്നതിനെക്കുറിച്ചാണ്. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന BBC നിർമ്മിത ചരിത്ര ക്രൈം ഡ്രാമയുടെ പശ്ചാത്തലവും മുഖ്യ കഥാപാത്രങ്ങളും വിശദീകരിക്കപ്പെടുന്നുണ്ട്.